സ്വാമി ശാശ്വതീകാനന്ദയുടെ ദുരൂഹമരണം സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ഹൈക്കോടതി. നിയമപരമായ അന്വേഷണമാണ് വേണ്ടതെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. നീന്തലറിയാവുന്ന സ്വാമി മുങ്ങിമരിച്ചുവെന്ന വാദം സംശയകരമെന്ന് കോടതി പറഞ്ഞു. സ്വാമിയുടെ ദുരൂഹമരണം സംബന്ധിച്ച് നിയമപരമായ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ലെന്ന് കോടതി പറഞ്ഞു. പ്രഥമ വിവര റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കാതെ നടത്തുന്ന അന്വേഷണത്തിന് നിയമപരമായി എന്ത് പിൻബലമാണുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. കുറ്റകൃത്യം വെളിപ്പെട്ടാൽ മാത്രമേ മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിച്ച് അന്വേഷണം നടത്തൂവെന്ന സർക്കാർ നിലപാടിനെ കോടതി വിമർശിച്ചു. സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. നീന്തലറിയാവുന്ന സ്വാമി മുങ്ങിമരിച്ചു എന്ന വാദം സംശയകരമെന്ന് കോടതി ആവർത്തിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിക്കാതെ എന്ത് അന്വേഷണമാണ് നടക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു. സാക്ഷിമൊഴികൾ മജിസ്ട്രേറ്റിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ലെന്ന് ഹർജിക്കാർ ആരോപിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും വാദം കേൾക്കുന്നതിനുമായി കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനവുമായി ഘടകകക്ഷികൾ. കോൺഗ്രസിലെ ഗ്രൂപ്പിസമാണ് വലിയ പരാജയത്തിന് ഇടയാക്കിയതെന്ന് വിമർശനം. പാളിച്ചകൾ സംഭവിച്ചുവെന്നും പരിഹരിക്കാമെന്നും KPCC അധ്യക്ഷൻ VM സുധീരൻ. KM മാണിക്ക് കോൺഗ്രസിൽ നിന്ന് നേരിടേണ്ടി വന്നത് ആഴത്തിലുള്ള മുറിവെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കീഴ്ഘടകങ്ങൾ മുഖവിലക്കെടുക്കാത്തത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടാക്കിയതായി യോഗത്തിൽ അഭിപ്രായമുയർന്നു. നിലവിലെ പ്രശ്നങ്ങൾ വളരെ വേഗം പരിഹരിക്കാൻ കഴിയുന്നവയല്ലെന്നും ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടി. KM മാണിയുടെ രാജിയുമായി ബന്ധപ്പെട്ടുണ്ടായ മുറിവ് ആഴത്തിലുള്ളതാണെന്ന് കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. കോടതി വിധി വന്ന് 10 മിനിറ്റിനകം കോൺഗ്രസ് നേതാക്കൾ മാണിയുടെ രാജി ആവശ്യപ്പെട്ടുവെന്നും ജോയ് എബ്രഹാം ചൂണ്ടിക്കാട്ടി. ജനതാദൾ യുവിന്റെ സ്ഥാനാർത്ഥികളെ ബോധപൂർവം തോൽപ്പിച്ചുവെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇത് പാർട്ടിക്ക് പോറലേൽപ്പിച്ചു. RSPയും ഇതേ നിലപാടാണ് യോഗത്തിൽ സ്വീകരിച്ചത്. ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഡിസംബർ 7, 8 തീയതികളിൽ ഉഭയകക്ഷി ചർച്ച നടത്തുമെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര നീതി കിട്ടിയില്ല, പ്രാദേശികമായിട്ട്. അതാണ് എൻ്റെ പ്രധാന കാര്യം. ഇവിടുന്നൊക്കെ തീരുമാനങ്ങൾ പറഞ്ഞെങ്കിലും പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരെ വേണ്ടത്ര രീതിയിൽ കൈക്കൊണ്ടില്ലെന്നാണ് എല്ലാവരും. വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന യാത്ര സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരുണ്ടാക്കുന്നതാണെന്നും യോഗം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മതന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലായ്മ ചെയ്യാൻ RSSന്റെ ആസൂത്രിത നീക്കമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ISനും RSSനും ഒരേ ശൈലിയാണെന്നും കോടിയേരി പറഞ്ഞു. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ നടത്തിയ ഐതിഹാസിക സമരത്തിൽ രക്തസാക്ഷികളായവരുടെ സ്മരണ പുതുക്കി കൂത്തുപറമ്പിൽ ആയിരക്കണക്കിന് യുവജനങ്ങൾ അണിനിരന്ന റാലിയാണ് DYFI നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. രക്തസാക്ഷികൾ KK രാജീവൻ, മധു, റോഷൻ, ബാബു, ഷിബുലാൽ എന്നിവർ വെടിയേറ്റു വീണ നഗരവീതിയിൽ നിന്നും ആരംഭിച്ച ദീപശിഖ റാലിക്കൊപ്പം തൊക്കിലങ്ങാടിയിൽ നിന്നും പുറക്കളത്തു നിന്നും എത്തിയ യുവജന റാലി അണിനിരന്നതോടെ കൂത്തുപറമ്പ് ജനസാഗരമായി. തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമത്വ മുന്നേറ്റ യാത്ര സംഘപരിവാർ മുന്നേറ്റ യാത്രയാക്കി വെള്ളാപ്പള്ളി മാറ്റിയെന്നും 2 തരം പന്തിഭോജനം നൽകുന്ന മഠാധിപതിയെ മുഖ്യാതിഥിയാക്കി മാറ്റിയത് RSS ആണെന്നും കോടിയേരി പറഞ്ഞു. ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് SNDPയുടെ നേതൃത്വം കൈക്കലാക്കിയ വെള്ളാപ്പള്ളി നടേശൻ കമ്പനി ഇന്ന് SNDP യോഗത്തെ RSSന്റെ ഒരു പോഷക സംഘടനയാക്കി സംഘപരിവാറിന്റെ ഭാഗമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഇപ്പോഴത്തെ സമത്വ മുന്നേറ്റ യാത്ര. ഈ സമത്വ മുന്നേറ്റ യാത്ര ഒരു സംഘപരിവാർ മുന്നേറ്റ യാത്രയായി മാറിയിരിക്കുകയാണ്. ജാഥ ശ്രദ്ധിക്കപ്പെടാത്തപ്പോൾ DYFI നേതാവ് സ്വരാജിനെ കുറിച്ച് കല്ലുവെച്ച നുണ പ്രചരിപ്പിക്കാനാണ് വെള്ളാപ്പള്ളി ശ്രമിച്ചതെന്നും കോടിയേരി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ണൂരിലടക്കം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയാണ് കോൺഗ്രസിനെന്നും അദ്ദേഹം പറഞ്ഞു. JDU കിട്ടേണ്ടതെല്ലാം വാങ്ങി അവസാന ഈർക്കിലും വലിച്ച് വരാനാണ് ഭാവമെങ്കിൽ ഇവിടെ ആരും കാത്തിരിക്കില്ലെന്നും കോടിയേരി സൂചിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ, DYFI ജില്ലാ സെക്രട്ടറി ബിനോയ് കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അധിക്ഷേപിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കൂത്തുപറമ്പ് വെടിവെപ്പിൽ 5 എണ്ണം വെടിയേറ്റ് ചത്തെന്നും 1 എണ്ണം ചത്തതിന് ഒക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം. സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം. സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അധിക്ഷേപിച്ചത്. കൂത്തുപറമ്പിൽ 5 എണ്ണം ചത്തു എന്നും ഒരാൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും എന്ന അവസ്ഥയിലാണെന്നുമാണ് വെള്ളാപ്പള്ളി ആക്ഷേപം ഉന്നയിച്ചത്. കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്ന ദിവസമാണ്. എത്ര എണ്ണം ചത്ത്? 5 എണ്ണം ചത്ത്, 1 എണ്ണം ചത്തതിനൊത്തുമേ ജീവിച്ചിരിക്കുക.
പ്രസംഗവേദിയിലെത്തിയ സ്വാമി ഗോരഖ്നാഥിന്റെ വിമർശനവും CPM-നെതിരെയായിരുന്നു. EMSനെ കളിയാക്കിക്കൊണ്ടായിരുന്നു ഗോരഖ്നാഥിന്റെ പ്രസംഗം. മുഖ്യമന്ത്രിയായിട്ടുള്ള EMSന്റെ വന്നപ്പോ അദ്ദേഹം പറഞ്ഞത് ഇയാള് ഹിന്ദു വർഗീയവാദിയാണെന്നാണ് പറഞ്ഞത്. ഇയാള് ഹിന്ദു സന്യാസിയാണ്, ഹിന്ദു വർഗീയവാദിയാണെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിച്ച ഏക സംസ്ഥാനം കേരളമാണ്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യമാണ് യാത്രയുടെ മുദ്രാവാക്യമെങ്കിലും സ്വീകരണ ജാഥയിൽ CPM-നെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ജാഥാംഗങ്ങളുടെ പ്രസംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കോടതിയിലേക്ക്. SN ട്രസ്റ്റ് നിയമനങ്ങളിലും മൈക്രോ ഫിനാൻസിലുമായി 1115 കോടിയുടെ ക്രമക്കേടാണ് വെള്ളാപ്പള്ളി നടത്തിയത്. സ്ത്രീകളോട് വെള്ളാപ്പള്ളി ചെയ്തത് കൊലച്ചതിയാണെന്നും VS വ്യക്തമാക്കി. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ വാർത്താ സമ്മേളനം. വെള്ളാപ്പള്ളിക്കെതിരായ ഓരോ അഴിമതിയും പുറത്തു കൊണ്ടുവന്നതുകൊണ്ടാണ് തനിക്കെതിരായി വെള്ളാപ്പള്ളി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. SN കോളേജുകളിലെ അധ്യാപക അനധ്യാപക നിയമനത്തിലൂടെ 600 കോടി രൂപയുടെയും മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലൂടെ 515 കോടി രൂപയുടെയും അഴിമതിയാണ് വെള്ളാപ്പള്ളി ചെയ്തിട്ടുള്ളത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലൂടെ വഞ്ചിക്കപ്പെട്ട 2 ലക്ഷത്തോളം സ്ത്രീകൾക്കായി താൻ കേസ് നൽകാൻ തീരുമാനിച്ചതായും VS പറഞ്ഞു. മാത്രമല്ല, അത് സംബന്ധിച്ചൊരു കേസ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. 2 ലക്ഷത്തിൽ പരം സ്ത്രീകളെയാണ് ഈ ഇടപാട് വഴി ചതിച്ചിരിക്കുന്നത്. സഹായഹസ്തമായിട്ടാണ് ഇയാൾ അഭിമാനിച്ചുകൊണ്ട് ഉള്ള പ്രചരണമൊക്കെ നടത്തിയത്. പക്ഷേ കൊലച്ചതിയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗുരുദേവന്റെ ആശയങ്ങൾ പറയുന്ന വെള്ളാപ്പള്ളി ഗുരുദേവ ദർശനങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും VS കുറ്റപ്പെടുത്തി. മദ്യം എടുക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ഇതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ഷാപ്പിൽ കൂടി വ്യവസായം തുടങ്ങി അവസാനം ചാരായ ഷാപ്പിൽ എത്തി നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വ്യവസായം. കൂടാതെ BJP അധികാരത്തിൽ വന്നപ്പോൾ വർഗീയത മാത്രമാണ് രാജ്യത്ത് ശേഷിക്കുന്നതെന്നും VS കുറ്റപ്പെടുത്തി. ഫാസിസം വളർത്തുന്ന BJP RSS വളർച്ച അംഗീകരിച്ചുകൂടെന്നും VS വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫയർഫോഴ്സിന് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. ഫ്ളാറ്റുകൾ സുരക്ഷാ അനുമതി നൽകുന്ന കാര്യത്തിൽ ഫയർഫോഴ്സ് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഉമ്മൻചാണ്ടി. ലോകം മുകളിലേക്ക് വളരുമ്പോൾ കേരളം താഴേക്ക് വളരുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന് 3 നില കെട്ടിടങ്ങൾ മാത്രം മതിയോ എന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു. വെള്ളാപ്പള്ളി നടേശൻ RSS പ്രചാരകനാണെന്ന് ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. JDUവുമായി ചർച്ച നടത്തുന്നതിൽ ഒരു ദുരഭിമാനവുമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. UDF വിടുന്ന കാര്യം തീരുമാനിക്കേണ്ടത് JDU ആണെന്നും കോടിയേരി വ്യക്തമാക്കി. ആഗ്രഹമുണ്ടെങ്കിൽ JDUവിന് തിരിച്ചുവരാമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പ്രതികരിച്ചു. ചർച്ച ഏത് സമയത്ത് നടത്തുന്നതിനും CPM സന്നദ്ധമാണ്. നേരത്തെ തന്നെ അത്തരത്തിലുള്ള നിലപാട് പാർട്ടി കൈക്കൊണ്ടതാണ്. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരഭിമാനത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ജനതാദൾ U ചർച്ചയ്ക്ക് സന്നദ്ധമാണെങ്കിൽ അവർ UDFുമായുള്ള ബന്ധം പുനഃപരിശോധിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പാർട്ടികളുമെല്ലാം ആയിട്ട് തുടർന്നുള്ള തിരഞ്ഞെടുപ്പിലെല്ലാം യോജിപ്പുണ്ടാക്കാനുള്ള ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞതാണ്. വരാൻ തയ്യാറുണ്ടെങ്കിൽ അല്ലേ? JDU കൂടെ വരാൻ പാടില്ലാത്ത വിഭാഗമാണെന്ന് കരുതുന്നില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. JDUവിന്റെ പിന്നാലെ വെറുപിടിച്ച് ഓടാനില്ലെന്ന് പിണറായി പറഞ്ഞു. മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവര് UDFന്റെ ഭാഗമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അവര് UDFിൽ നിന്ന് വിടുന്ന നിലപാടുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നല്ലാതെ ഇപ്പോൾ UDFന്റെ ഭാഗമായിരിക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകും. അങ്ങനെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറയാനേ ഇടയില്ല. ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് ഈ ജനതാദൾ U എന്ന് ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളതിനൊരു വെറി പിടിച്ച് അവരെ പിന്നാലെ ഓടാനൊന്നും തയ്യാറല്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് സംബന്ധിച്ച് പറഞ്ഞോളൂ. എനിക്കിപ്പോൾ അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നമ്മൾ പാർട്ടി ആലോചിച്ചാൽ മാത്രമല്ലേ അഭിപ്രായം പറയേണ്ടതുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. ജീവിതകാന്തിയായ കഥകൾ വായന ലോകത്തിന് സമ്മാനിച്ച എഴുത്തുകാരൻ അഷ്റഫ് അടൂരിനായി സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ കഥവീട് പൂർണ്ണതയിലേക്ക് എത്തുന്നു. കൂട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കഥവീടിന്റെ ചുവരുകൾ നിറമണിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ വായനാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അഷ്റഫ് കിടക്കയിൽ കഴിയുകയാണ്.
എന്റെ കട പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെമ്പാടുമുള്ള കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും ചെറുകിട സംരംഭകരിൽ നിന്നും ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കളിൽ എത്തിക്കുകയാണ് എന്റെ കട ലക്ഷ്യം വെക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ സാബു കുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡിസംബർ 5-നുള്ളിൽ 14 ജില്ലകളിലുമായി 98 കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ പഞ്ചായത്തിലും വിലക്കുറവിലും ഗുണമേന്മയിലും നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്ന ഓരോ സൂപ്പർ മാർക്കറ്റുകൾ എന്നതാണ് എന്റെ കടയുടെ ലക്ഷ്യമെന്നും സാബു കുമാർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർമാരായ സഹർഷ്, അശോക് കുമാർ, മനോജ് കുമാർ, കിഷോർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പാനായിക്കുളം സിമി ക്യാമ്പ് കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കൊച്ചി NIA കോടതി. കേസിൽ 11 പേരെ വെറുതെ വിട്ടു. 1ഉം 3ഉം പ്രതികൾക്കെതിരെ UAPA ചുമത്തി. ശിക്ഷ നാളെ 3 മണിക്ക് വിധിക്കും. അസഹിഷ്ണുതയെപ്പറ്റി പറഞ്ഞ ഓരോ വാക്കിലും ഉറച്ചു നിൽക്കുന്നെന്ന് നടൻ അമീർ ഖാൻ. താനോ ഭാര്യയോ ഇന്ത്യ വിട്ടു പോവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അമീർ ഖാൻ പറഞ്ഞു. താൻ പറഞ്ഞതെന്താണെന്ന് കേൾക്കാൻ ക്ഷമ കാട്ടാതെ വിമർശനവുമായി ചിലർ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. രാജ്യദ്രോഹി എന്ന് തന്നെ വിളിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇന്ത്യക്കാരൻ എന്നതിൽ താൻ അഭിമാനിക്കുന്നു. അതിന് ഒരാളുടെയും അംഗീകാരം തനിക്ക് വേണ്ടെന്നും അമീർ പറഞ്ഞു. കൊപ്രാക്കളത്തിലെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ദേവസ്വം ബോർഡിന്റെ വർഷങ്ങളായുള്ള വാക്ക് പാഴ്വാക്കായി തുടരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട 500ഓളം തൊഴിലാളികളാണ് സന്നിധാനത്തെ കൊപ്രാക്കളത്തിൽ പണിയെടുക്കുന്നത്. അതേസമയം ആർക്കും പ്രയോജനമില്ലാത്ത ഹൈടെക് വികസനത്തിനായി കോടികളാണ് ദേവസ്വം ബോർഡ് ചെലവാക്കുന്നത്. ഓരോ തീർത്ഥാടന കാലത്തും സന്നിധാനത്തെ കൊപ്രാക്കളത്തിലെ ദുരിതങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും. എങ്കിലും വർഷങ്ങളായി തുടരുന്ന തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് യാതൊരു പരിഹാരവുമില്ല. 500ഓളം തൊഴിലാളികളാണ് തുച്ഛമായ ശമ്പളത്തിൽ കൊപ്രാക്കളത്തിൽ ദുരിത ജീവിതം നയിക്കുന്നത്. പൊട്ടിയൊലിക്കുന്ന കക്കൂസ് മാലിന്യങ്ങൾക്ക് നടുവിലൂടെയാണ് തലച്ചുമടുമായുള്ള തൊഴിലാളികളുടെ ദുരിതയാത്ര. ചുട്ടുപൊള്ളുന്ന വെയിലിലും കോരിച്ചൊരിയുന്ന മഴയത്തും ചോർന്നൊലിക്കുന്ന ടാർപോളിംഗ് മേൽക്കൂരയ്ക്ക് കീഴിലാണ് തൊഴിലാളികളുടെ വിശ്രമം. അധികൃതരോട് പരാതി പറഞ്ഞു മടുത്തുവെന്ന് തൊഴിലാളികൾ തന്നെ പറയുന്നു. തൊഴിലാളികളെ വെറും കയറിയെക്കാട്ടും പന്നിയെക്കാട്ടും ഇതാണ് ഈ തൊഴിലാളികളെ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. പുറത്തെ ദുരിതങ്ങളെക്കാൾ ഭീകരമാണ് കൊപ്ര ശേഖരിക്കുന്ന ഈ ഇടനാഴിയിലെ കാഴ്ചകൾ. ശുദ്ധവായു കടക്കാത്ത, സൂര്യപ്രകാശം ഏൽക്കാത്ത ഗുഹയ്ക്ക് സമാനമായ ഈ ഇടനാഴിയിലാണ് 24 മണിക്കൂറും തൊഴിലാളികൾ പണിയെടുക്കുന്നത്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന എക്സോസ്റ്റർ ഫാനുകൾ പണിമുടക്കിയിട്ട് വർഷങ്ങളായി. തലയ്ക്ക് മുകളിൽ അപകടത്തിന്റെ സൈറൻ മുഴക്കി നിൽക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ കോൺക്രീറ്റ് മേൽക്കൂര. അങ്ങനെ ദുരിതങ്ങളുടെ പട്ടിക നീളുകയാണ്. ഹെൽത്ത് സെന്ററിൽ പോലും എന്തെങ്കിലും നോക്കിയിട്ടില്ല. ഈ പനി അഴുക്കും പിടിച്ച് എത്ര ദിവസം കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും നിയമങ്ങൾ മാത്രം മതി. കൊപ്രയിൽ നിന്നും കോടികളാണ് ഓരോ തീർത്ഥാടന കാലത്തും ദേവസ്വം ബോർഡ് വസൂലാക്കുന്നത്. എന്നാൽ ആ കോടികളുടെ ഒരു അംശം പോലും തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ചിലവഴിക്കുന്നില്ല. ആർക്കും വേണ്ടാത്ത വികസനങ്ങൾക്കായി കോടികൾ പാഴാക്കുമ്പോൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ മാത്രം ബോധപൂർവം അവഗണിക്കുകയാണ് AC-യിലിരുന്ന് ഭരണം നടത്തുന്ന അധികാരികൾ. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം VG മിനീഷ് കുമാർ.